നമസ്കാരം. ന്യൂസ് 99 കേരള വൺ ടൈം ബുള്ളറ്റിലേക്ക് സ്വാഗതം. ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. തിരൂർ സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കിന്റെ നവീകരിച്ച ഹെഡ് ഓഫീസിന്റെ ഉദ്ഘാടനം തിരൂർ MLA കുറുക്കോളി മൊയ്തീൻ നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KA പത്മകുമാർ അധ്യക്ഷത വഹിച്ചു. തിരൂർ സഹകരണ കാർഷിക ബാങ്കിൻ്റെ നവീകരിച്ച ഹെഡ് ഓഫീസിൻ്റെ ഉദ്ഘാടനമാണ് ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട MLA കുറുക്കോളി മൊയ്തീൻ സാഹിബ് നിർവഹിച്ചത്. കഴിഞ്ഞ കുറച്ചു കാലമായി ബാങ്ക് വളരെ പുരോഗതിയിലേക്ക് പോയി ടോട്ടൽ ലോസ് നികത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ നെറ്റ് പ്രോഫിറ്റ് നമുക്ക് വന്നിട്ടുള്ളത് 2,15,00,000 രൂപ വന്നിട്ടുണ്ട്. ഇത് ടോട്ടൽ ലോസ് 2 വർഷം കൊണ്ട് നികത്താൻ സാധിക്കാനുള്ള പ്രവർത്തനത്തിലാണ് ബാങ്ക് ഭരണസമിതിയും ജീവനക്കാരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നത്. ഏതായാലും ഈ പുതിയ സംരംഭം ബഹുമാനപ്പെട്ട MLA ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ബ്രാഞ്ചിൻ്റെ നവീകരണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു മൊത്തം മാറ്റം, ഒരു പുതിയ ന്യൂ ജനറേഷൻ ബാങ്ക് പോലെ ആക്കാനുള്ള തീരുമാനമാണ് ഭരണസമിതി എടുത്തിട്ടുള്ളത് എന്ന് മാത്രമാണ് ഈ സമയത്ത് പറയാനുള്ളത്. കേരളത്തിലെ കാർഷിക വികസന ബാങ്കുകളുടെ കൂട്ടത്തിൽ വളരെ ശ്രദ്ധേയമായി നിൽക്കുന്ന ഒരു ബാങ്കാണ് തിരൂരിലെ നമ്മുടെ കാർഷിക വികസന ബാങ്ക്. പുതിയ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നല്ല ഇടപെടലുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇടപാടുകാർക്ക് സഹായകമായി സഹകരണ മേഖലയിൽ കരുത്തു പകരാൻ ഉതകുന്ന രീതിയിൽ ഭരണസമിതി കാലോചിതമായ പരിഷ്കാരങ്ങൾ വരുത്തി മുന്നോട്ട് പോകുന്നു എന്നറിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ രേഖപ്പെടുത്തുകയാണ്. ബഹുമാന്യനായ ബാങ്കിൻ്റെ ചെയർമാൻ അഡ്വക്കേറ്റ് പത്മകുമാർ ഇവർ സൂചിപ്പിച്ചപ്പോൾ വളരെയേറെ സന്തോഷം തോന്നി. നഷ്ടക്കയത്തിലായിരുന്നു ഈ സ്ഥാപനം കഴിഞ്ഞ കാലങ്ങളിൽ കരുതിയിരുന്നത്. പതുക്കെ ആണെങ്കിലും ഇത് നിവർന്ന് എണീറ്റ് നിൽക്കാൻ മാത്രം കരുത്ത് ഇന്ന് നേടിയിരിക്കുകയാണ്. ചെറിയ ലാഭം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമുക്ക് കാണിക്കാൻ കഴിഞ്ഞു. ഈ തൊട്ട് മുമ്പത്തെ സാമ്പത്തിക വർഷത്തിൽ 2.25 കോടി രൂപയോളം ലാഭം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു വലിയ കരുത്ത് പ്രകടിപ്പിക്കാൻ ഇതിന് കഴിഞ്ഞു എന്നുള്ളതിന് തെളിവാണ്. 2027 കൂടി കഴിഞ്ഞ കാല നഷ്ടങ്ങൾ നികത്താൻ സാധിക്കും എന്ന പ്രഖ്യാപനം ഇവിടുത്തെ ഇടപാടുകാരെയും സഹകരണ മേഖലയിലുള്ള ഇതിൽ അംഗങ്ങളെ സന്തോഷിപ്പിക്കുന്നതാണ്. ഈ ബാങ്കിന് ഇനിയും മുന്നോട്ട് പോകാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ആധുനികവൽക്കരണം നടത്തി പുതിയ സാഹചര്യത്തിൽ ഇടപാടുകാർക്കും മറ്റുള്ള ആളുകൾക്കുമൊക്കെ ഈ ബാങ്കുമായി ബന്ധപ്പെടുന്നവർക്ക് കൂടുതൽ സൗകര്യപ്രദമായ രീതിയിലുള്ള നവീകരണം ഇവർ നടത്തിയിട്ടുള്ളത്. ഞാൻ ഈ ഭരണസമിതി അഭിനന്ദിക്കാൻ ഈ സന്ദർഭത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നു. സഹകരണ മേഖല വലിയ വെല്ലുവിളികളെ നേരിടുന്ന ഒരു കാലഘട്ടമാണ്. ജനങ്ങളുടെ സ്ഥാപനമാണിത്. ജനങ്ങൾ അവർ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതി അവർക്ക് വേണ്ട പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായി സഹകരണ മേഖലയ്ക്ക് കൂടുതൽ കരുത്തു പകർന്ന് മുന്നോട്ട് പോകുന്ന കാഴ്ച സന്തോഷിപ്പിക്കുന്നതാണ്. കേരളത്തിലെ 77 കാർഷിക വികസന ബാങ്കുകളുടെ തുടർച്ചയായി നമ്മൾ എട്ടാമത്തെ മാസങ്ങളിലും 1-ാം സ്ഥാനം കൈവരിച്ചുകൊണ്ട് തുടർന്ന് പോവുകയാണ്. റിക്കവറിയിൽ ഡിസ്ബഴ്സ്മെൻറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ തന്നെയാണ് മലപ്പുറം റീജിയണിൽ 1-ാം സ്ഥാനത്തെത്തി നിൽക്കുന്നത്. അത് മാർച്ചിൽ നമ്മളത് തുടർന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ജീവനക്കാരും ഒറ്റക്കെട്ടായിട്ടുള്ളൊരു പ്രവർത്തനം നടത്തിയതിൻ്റെ ഫലമാണ് ഇപ്പോൾ നമുക്ക് 1-ാം സ്ഥാനം നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കുന്നത്. അതിന് ഭരണസമിതിയുടെ കയ്യിൽ നിന്നും എല്ലാ തരത്തിലുള്ള നമുക്ക് ഏറ്റവും മെച്ചപ്പെട്ട സമീപനമാണ് അവരുടെ കയ്യിൽ നിന്ന് ലഭിക്കുന്നത്. അത് തുടർന്ന് മാർച്ചിലും നമ്മൾ ഈ സ്ഥാനം നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴും തുടർന്നും വർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട MLA, നമ്മുടെ പ്രസിഡന്റ്, ഭരണസമിതി അംഗങ്ങൾ, നമ്മളെ RM, മറ്റ് സഹപ്രവർത്തകർ, ഞാൻ കഴിഞ്ഞ മാർച്ചിലാണ് ഇവിടെ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ മാർച്ചിലെ മുഖച്ഛായ ബാങ്കിൻ്റെ മുഖച്ഛായ തന്നെ മൊത്തം മാറി. മുഖച്ഛായ എന്ന് പറയുമ്പോൾ അത് ഫിസിക്കൽ മാത്രമല്ല,
നമുക്ക് ഈ സെക്രട്ടറി പറഞ്ഞ പോലെ നമ്മളെ മൊത്തം റിക്കവറിയിൽ കേരളത്തിൽ തന്നെ നമ്പർ 1. അപ്പോൾ ഒരു AR എന്നുള്ള നിലയിലും പ്രാഥമിക ബാങ്കുകളിൽ റിക്കവറിക്ക് 1ാം സ്ഥാനം നിലനിർത്തിക്കൊണ്ട് തിരൂർ ബാങ്കിന് മുന്നോട്ട് കഴിഞ്ഞ 6-7 മാസമായി മുന്നോട്ട് പോകാൻ പോകുന്നുണ്ട്. അത് ഈ വരുന്ന മാർച്ചിലും കേരളത്തിലെ 1ാം നമ്പറായി തിരൂർ ബാങ്ക് വരട്ടെ ആശംസിക്കുന്നു. റീജിയണൽ മാനേജർ സക്കീറുദ്ദീൻ സെട്ട്, അസിസ്റ്റന്റ് രജിസ്ട്രാർ സഞ്ജീവ്, ബാങ്ക് സെക്രട്ടറി ചിത്ര പി എന്നിവർ സംസാരിച്ചു. ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും പങ്കെടുത്തു. ചടങ്ങിന് വൈസ് പ്രസിഡന്റ് ലത്തീഫ് സി നന്ദിയും പറഞ്ഞു. ന്യൂസ് 99 തിരൂർ. 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.